ഹലോ വെൽക്കം ബാക്ക് ടു നിംസ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുകയാണ്, മാം ഈ കളറിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഫോൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാവുന്നുണ്ട്, അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. കളർ ചെയ്യാൻ തന്നെ ഭയങ്കര പേടിയാണ്, കാരണം നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് മോശമാവും, അല്ലെങ്കിൽ ഭയങ്കര ഡാമേജ്ഡ് ആയിപ്പോലെ ഡ്രൈ ആയി കളയും. അതുകൊണ്ട് തന്നെ നമുക്ക് കളർ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഹെയർ കളറിങ് എത്രത്തോളം സേഫാണ് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ അവർക്കുള്ള റിപ്ലൈ ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ഇതിന് റിപ്ലൈ ചെയ്യാം എന്നുള്ളത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഗ്രേ കവറേജ് വേണ്ടി നമ്മൾ ഹെന്നയൊക്കെ ചെയ്യാറുണ്ട്. കാരണം നമുക്ക് പേടിയാണ് കളർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് നമ്മൾ ഹെന്ന ചെയ്യാറുണ്ട്. അപ്പോൾ ഹെന്നയുടെ ദോഷം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ബിഫോർ വീഡിയോ എടുത്ത് കാണണം. അപ്പോൾ കാരണം അതിൽ നമ്മൾ ഹെയർ കളറിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അതിൻ്റെ ഒരു സംശയം ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് കളർ ചെയ്താൽ നമ്മുടെ ഹെയർ കൊഴിയോ അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാകുമോ എന്നുള്ളത് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാലും, ഹെയർ കളർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഏത് കളർ മേടിക്കുവാനാണെങ്കിലും ആദ്യമായിട്ടാണ് നിങ്ങൾ ഹെയർ കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു പാച്ച് ടെസ്റ്റ് കൊടുക്കുക. എല്ലാ സ്കാൽപ്പിലേക്കും നമുക്കിപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഹെയർ കളറിങ്ങിൽ അമോണിയ ഫ്രീ ആണെന്നൊക്കെ പറയും, ഹെർബലാണെന്ന് പറയും, നാച്ചുറലാണ് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും നമുക്ക് എല്ലാത്തിലും കെമിക്കലിൻ്റെ ഇത്ര പെർസെൻറ്റേജ് അളവ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ സ്കാൽപ്പ് അതിന് ഓക്കെ ആണോ? ചിലവർക്ക് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും, സ്കാൽപ്പിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ നമ്മളത് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഏത് കളർ വാങ്ങിച്ചാലും നിങ്ങൾ ആ കളറിൻ്റെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ആ ഏത് ബോക്സിലാണെങ്കിലും മെൻഷൻ ചെയ്ത്, അത് എല്ലാവരും വായിക്കണം എന്നില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ അത് എന്താണ്, അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നൊക്കെ വായിച്ച് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ, അത് സ്കാൽപ്പിന് ഓക്കെ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ അലർജി ഇഷ്യൂസ് ഉള്ളവരാണോ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പാച്ച് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ സ്കാൽപ്പിൽ തട്ടുന്ന രീതി, ഇപ്പോൾ ഗ്രേ കവറേജ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരുപാട് ഹെവി വോളിയത്തിലല്ല നമ്മൾ എടുക്കേണ്ടത് അല്ലേ. അതായത് വോളിയം മീൻസ് നമ്മൾ ഹൈലൈറ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഡെവലപ്പർ, അതായത് നിങ്ങളുടെ കളർ മേടിക്കുമ്പോൾ ഒരു കളർ ട്യൂബും ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു ലിക്വിഡ്, അതാണ് ഡെവലപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അത് 10 മുതൽ 20, 30, 40 ഒക്കെ വോളിയം വരും. അപ്പോൾ നമുക്ക് എപ്പോഴും 10, 20 ആണ് നമുക്ക് ഗ്രേ കവറേജിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് അറിയാതെ ആരെങ്കിലും, അതായത് കൂടുതൽ ഹെവി വോളിയത്തിലാണ് ചെയ്യുന്നതെങ്കിൽ, ഡെവലപ്പർ അറിയാതെ ഏതെങ്കിലും 40 വോളിയത്തിൻ്റെയൊക്കെ ചെയ്താൽ നമുക്കിതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ സ്കാൽപ്പിലൊന്നും. കാരണം 40 വോളിയം എന്നൊക്കെ പറയുന്നതൊന്നും ഭയങ്കര മൈൽഡായിട്ടുള്ള ഡെവലപ്പർ മാത്രമാണ് നമ്മുടെ സ്കാൽപ്പിൽ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾക്ക് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ഒരു നീറ്റലും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നും, ഹെവി ആയിട്ടുള്ള കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രേ കവറേജിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ബയോടെക്കിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ ലോറിയലിൻ്റെ വലിയ കുഴപ്പമൊന്നുമില്ല, ലോറിയലിൻ്റെ ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ നല്ല കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട്. സോ അതല്ലാതെ കുറേ നിങ്ങൾ ഷാമ്പൂ വരുന്നത് അങ്ങനെയുള്ളതൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി ചെയ്യുക. അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോഴും നല്ലപോലെ ഹെയർ ഫോൾ വരും, കാരണം ഹൈ കെമിക്കലാണ്, ഉറപ്പായിട്ടും ഹെയർ ഫോൾ ഉണ്ടാവും. പക്ഷേ ഇതുപോലെ നമുക്ക് നോക്കി എന്താ പറയുക, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ആണെങ്കിലും ശരി, വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് ഒരുപാട് പേര് യൂസ് ചെയ്ത് റിവ്യൂ കാര്യങ്ങൾ പേഴ്സണലി നമ്മൾ യൂസ് ചെയ്ത് എന്നിട്ടൊക്കെയാണ് നമ്മളൊരു സംഭവം പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇൻ കേസ് ആർക്കെങ്കിലും മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നുണ്ട് അത് ചെയ്യുമ്പോൾ എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കിത് ഓക്കെ ആകുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പാച്ച് ടെസ്റ്റ് കൊടുക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിത് അപ്ലൈ ചെയ്യുന്ന വിധം നമ്മൾ ശ്രദ്ധിക്കുക. സെക്കൻഡ് തിങ്, നമ്മളുടെ ഹെയറിന് എത്രത്തോളം ഡെൻസിറ്റി ഉണ്ട്. അതായത് ചിലവരുടെ ഹെയർ ഭയങ്കര വീക്കായിരിക്കും, അതായത് നോർമലി നല്ലപോലെ ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ എന്തായാലും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് മാത്രമേ നിങ്ങൾ കളറിംഗ് എന്നുള്ള പ്രൊസീജിയറിലേക്ക് പോകാൻ പാടുള്ളൂ. ഹെയർ കളറിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഈ ഗ്രേ കവറേജ് മാത്രമല്ല, ഇപ്പോൾ ഫാഷൻ കളേഴ്സ് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ഹെയർ ഫോൾ
ഫോൾ ഉണ്ടാവും. കാരണം നമ്മളുടെ ഹെയറിൻ്റെ ഡെൻസിറ്റി വളരെ കുറവാണ്, അതിനൊട്ടും ഹെൽത്ത് ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇത്രയും ഹൈ കെമിക്കൽ കൊണ്ട് നമ്മുടെ ഹെയറിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. അപ്പോൾ അത് മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതല്ലാതെ നമ്മൾ ഈ ഹെയർ ഫോൾ നമ്മൾ ഇതുപോലെ ബേസിക് ആയിട്ടുള്ള ഗ്രേ കവറേജിന് മാത്രം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെയറിൻ്റെ എന്താ പറയുക ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നമുക്കറിയാമല്ലോ ഹെൽത്തി ഹെയർ അല്ല, ചിലവർ ഹെയർ ഇങ്ങനെ കോംബ് ചെയ്യുമ്പോൾ തന്നെ പൊട്ടി പൊട്ടി പോകുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവർക്കൊന്നും നമുക്കിതുപോലെ കളറിങ് കാര്യങ്ങളൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളൊരു കളർ പറയും, ചിലപ്പോൾ മേടിക്കുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും, അത് ചെയ്തിട്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് പറയും. അപ്പോൾ അതൊക്കെ നമുക്ക് ടെൻഷനാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ഹെയർ പൊട്ടിപ്പോകുന്നുണ്ട്, ഹെയറിന് ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം മാത്രമേ കളറിങ് എന്നുള്ള ഒരു പ്രൊസീജിയറിലേക്ക് വരാൻ പാടുള്ളൂ. പിന്നെ നമ്മളൊക്കെ ഇപ്പോൾ ഗ്രേ കവറേജിനെ കുറിച്ചൊക്കെ ഗ്രേ കവറേജിന് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ നമ്മളൊരു 10 വോളിയത്തിലൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ആ 10 വോളിയം നമുക്ക് നമ്മളുടെ ഹെയറിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതല്ലാതെ നമ്മൾ ഭയങ്കര ഹെവി ആയിട്ടൊന്നും അല്ല ചെയ്യുന്നത്. പിന്നെ സലൂണിലൊക്കെ നമ്മൾ പോയി ചെയ്യുന്ന സമയത്താണെങ്കിലും അവിടെ നല്ല സലൂൺസിലെല്ലാം തന്നെ കൺസൾട്ട് ചെയ്തിട്ടേ ചെയ്യാറുള്ളൂ. ഹെയറിന് ഓക്കെയാണ് ഇത് കൊടുക്കാവോ എന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടേ ചെയ്യാറുള്ളൂ. ചിലവരുടെ ഹെയർ ഭയങ്കര ഡാമേജ് ആയിരിക്കും. അവർ പോയിട്ട് ഈ പറഞ്ഞ പോലെ ബ്ലോണ്ട് ചെയ്യണം, ബ്ലോണ്ട് കളേഴ്സൊക്കെ ചൂസ് ചെയ്യണ സമയത്ത് ഹെയറിൽ ടച്ച് ചെയ്ത് നിൽക്കത്തേ ഇല്ല, പെട്ടെന്ന് തന്നെ അത് പൊട്ടി പൊട്ടി പോകും ഹെയർ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ എപ്പോഴും പ്രശ്നം എവിടെയാണ് കിടക്കണമെന്നുള്ളത് മനസ്സിലാക്കി വേണം. നമ്മൾ ചിലപ്പോൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം ആയിരിക്കണം എന്നില്ല. പിന്നെ എപ്പോഴും ഒരുപാട് അതായത് നമ്മൾ പറയില്ല, ചില ആൾക്കാർ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് പോകണം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് മാർക്കറ്റിൽ നിൽക്കുന്നതും ഒരുപാട് പേര് യൂസ് ചെയ്ത് കുഴപ്പമില്ല എന്ന് കേൾക്കുന്നതുമായിട്ടുള്ള പ്രൊഡക്റ്റ് മാക്സിമം ചൂസ് ചെയ്യുക. നമുക്കറിയാം ഇപ്പോൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ പ്രൊമോഷൻ വീഡിയോസൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് പോയിട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കഴിഞ്ഞ ദിവസം ആരോ ഒരു കമൻറ്റ് ഇട്ടോ പ്രൊമോഷൻ വീഡിയോ ആണെന്നൊക്കെ. ഞാനൊരു പ്രൊമോഷനും ചെയ്യുന്നില്ല. സോ അതെപ്പോഴും ഞാൻ പറയാറുണ്ട്, എനിക്ക് അങ്ങനെ പ്രൊമോഷന് വേണ്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ബ്യൂട്ടി നോളേജ് മാത്രമാണ്. കാരണം നമുക്കറിയുന്നതും നമുക്ക് ഉറപ്പുള്ളതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പ്രൊമോഷൻ വീഡിയോസ് ഒന്നും തന്നെയല്ല. അപ്പോൾ അതുപോലെ ഉള്ള നമുക്ക് ട്രസ്റ്റ് തോന്നുന്ന പ്രൊഡക്റ്റുകൾ മാത്രം മാക്സിമം യൂസ് ചെയ്യുക. പിന്നെ നമ്മളുടെ ഹെയറിൻ്റെ പ്രശ്നം നമ്മൾ തന്നെ നോക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹെയർ കളറൊക്കെ ചെയ്തിട്ട് എന്താ പറയുക, അതിൻ്റെ ആഫ്റ്റർ കെയർ എന്നുള്ളൊരു സംഭവമുണ്ട്. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും ഭയങ്കര പ്രശ്നം. അതായത് ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ഹെയർ കളറൊക്കെ ചെയ്തു, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സോപ്പൊക്കെ യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷാമ്പൂ മാത്രം ഇട്ടു കണ്ടീഷണർ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ഫോൾ ഉണ്ടാവും, ഹെയർ ഡാമേജ് ആവും, ഹെയർ ഡ്രൈ ആവും, ഹെയർ പൊട്ടിപ്പോവും. ഇങ്ങനത്തെ ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പോൾ ഹെയർ ഫോൾ ഈ കളർ ചെയ്തത് കൊണ്ട് മാത്രമാണെന്ന് വെച്ചാൽ അല്ല. കാരണം നമ്മൾ അതിന് ശേഷമുള്ള ആഫ്റ്റർ കെയർ കറക്റ്റ് അല്ല, നമ്മൾ എടുത്ത പ്രൊഡക്റ്റ് ചൂസ് ചെയ്ത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ നമ്മുടെ ഹെയറിന് ആ പ്രൊഡക്റ്റ് ഓക്കെ ആവില്ല. അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് കളർ ചെയ്ത് കഴിഞ്ഞവർ ഈ ഹെയർ ഫോൾ വന്നു എന്ന് പറയുന്നവർക്കുള്ള റീസൺ. അതല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ സേഫായിട്ട് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം വരത്തേ ഇല്ല. അത് 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. കാരണം നമ്മളുടെ എക്സ്പീരിയൻസിൽ തന്നെ നമുക്കത് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വരെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഹെയർ കളർ ചെയ്യുമ്പോൾ ഭയങ്കര നോക്കി സേഫായിട്ട് ചെയ്യുക. കളർ ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ഹെയർ ഫോളൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി എടുക്കുക. പ്ലസ് നമ്മളുടെ ഹെയറിൻ്റെ എന്താ പറയുക വോളിയം അല്ലെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക. നമുക്ക് ഒട്ടും തിന്നായിട്ടുള്ള ഹെയറാണ്, ഒട്ടും വോളിയം ഇല്ല, ഓൾറെഡി നമുക്ക് ഭയങ്കര ഹെയർ ഫോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് മാക്സിമം അവോയ്ഡ് ചെയ്യുക, നമുക്ക് ചെയ്യാതിരിക്കുക. കാരണം ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ചെയ്യാനായിട്ട്, കളർ ചെയ്യാനായിട്ട്, അല്ലാതെ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ടാകും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കളറിങ്ങിൻ്റെ പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ പോയി കാണുക. അപ്പോൾ അത് പറഞ്ഞത് കൊണ്ടാണ് എന്നോട് എല്ലാവരും ചോദിച്ചത്, മാം ഹെയർ ഫോൾ ഉണ്ടാവുമോ, എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചത്. പിന്നെ കളർ ചെയ്ത എത്ര നാളിത് ലോങ് ലാസ്റ്റ് ചെയ്യും. ഞാൻ അതിൽ തന്നെ പറഞ്ഞു 20-22 വാഷാണ് വരുന്നത്. 22
12 വാഷ് എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ നമ്മൾ 2 to 3 വാഷാണ് പറയുന്നത്. അപ്പോൾ 22 വാഷ്. അപ്പോൾ എത്ര നിൽക്കുന്നുള്ളത് നോക്കിയാൽ മതി. ഒരു 1.5 മാസം 2 മാസം എന്നുള്ള രീതിയിലൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു ടൈം വരെ നമുക്കിത് ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹെയർ കളർ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ആ ഒരു സൈഡ് ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഫേസ് എപ്പോഴും വാഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഔട്ടാവും. അതുകൊണ്ട് ആ ഒരു ഏരിയയിൽ അയ്യോ നിൽക്കുന്നില്ലല്ലോ എന്നുള്ളതല്ല. അപ്പോൾ ആ ഒരു ഏരിയയിൽ മാത്രം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കളർ ചെയ്യേണ്ടതും. പ്ലസ് ആഫ്റ്റർ കെയർ നമ്മൾ ശ്രദ്ധിക്കണം. കണ്ടീഷണർ എന്തായാലും യൂസ് ചെയ്യണം. അതുപോലെ ഹെവി ആയിട്ടുള്ള കളേഴ്സ് ബ്ലോണ്ട് ചെയ്യുന്നവർ, അതുപോലെ തന്നെ ബ്ലീച്ച് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നവർ, അതുപോലെ ഹൈലൈറ്റ്സ് ഒക്കെ കൊടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഹെയർ സ്പാ പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മളൊരു മന്ത്ലി വൺസ് നമ്മൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ ഹെയർ ഫോൾ വരാതെ നമ്മൾ എങ്ങനെയാണ് ഹെയർ കളർ ചെയ്യാന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ, ഇഷ്ടപ്പെട്ടോ, കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, കാരണം ഒരുപാട് ബ്യൂട്ടി നോളേജ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനൊക്കെ ഉണ്ടാവും. കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ റിപ്ലൈ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, കളറിങ്ങിനെ കുറിച്ചിട്ട് ഇനി വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ, എന്തായാലും ചോദിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.